എറണാകുളം മലയടംതുരുത്തിലെ താമസക്കാർക്കൊപ്പമെന്ന് ആവർത്തിച്ച സർക്കാർ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കും. കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായില്ലെങ്കിൽ സർക്കാർ പൂർണ്ണമായി പുനരധിവസിപ്പിക്കും. കുടുംബങ്ങൾ പെരുവഴിയിലാകില്ലെന്ന് മന്ത്രി റോജി എം ജോൺ. അഭിഭാഷക കമ്മീഷൻ ഇന്ന് സ്ഥലത്തെത്തും. പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്ന് സർക്കാർ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഡൽഹിയിൽ AICC നേതൃത്വവുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനം KPCC അധ്യക്ഷ സ്ഥാനത്തിനായി ഗ്രൂപ്പ് വടംവലി തുടരുന്നതിനിടെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച തീരുമാനമായില്ല. ഡൽഹിയിലെത്തിയ സതീശന് വൻ സ്വീകരണമൊരുക്കി വിദ്യാർത്ഥികൾ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റ അക്കൗണ്ട് ഹാക്ക് ചെയ്തെന്ന് സ്ഥാപകൻ അഭിജിത്ത് ദീപ് കെ. എക്സ് അക്കൗണ്ട് വിലക്കിയതിൽ മൗനം തുടർന്ന് കേന്ദ്ര സർക്കാർ. യുവാക്കളെ സംഘടിപ്പിച്ച് ആസൂത്രിത ശ്രമം നടന്നു എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നു. CJPയെ പിന്തുണച്ച ശശി തരൂരിന് മറുപടിയുമായി S ജയശങ്കർ. ബംഗളൂരുവിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പേരിൽ പോസ്റ്റർ. മുന്നറിയിപ്പുമായി പോലീസ്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. ഇന്ന് ആലപ്പുഴ, എറണാകുളം, തൃശൂർ അടക്കം 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. 26 വരെ സംസ്ഥാനത്ത് മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ തകർത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ജയം 55 റൺസിന്. 46 പന്തിൽ 79 റൺസ് എടുത്ത ഇഷാൻ കിഷാൻ ഹൈദരാബാദിന്റെ ടോപ്പ് സ്കോറർ. തോൽവി വഴങ്ങിയെങ്കിലും പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനം നിലനിർത്തി ബംഗളൂരു. ആദ്യ ക്വാളിഫയറിൽ RCB ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.